ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ഞങ്ങളുടെ ആമീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേക്ക് സെലിബ്രേഷനും പരിപാടിയൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. കേക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടി കുട്ടി സർപ്രൈസ്, ചെറുതായിട്ടുള്ള സർപ്രൈസ് ഒക്കെ ചെയ്യാം. ഒന്നുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. ഒന്നുമില്ല, ഒരു പരിപാടിയില്ല. അപ്പം നമ്മൾ ജസ്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ നമ്മൾ വെറുതെ എല്ലാ ഗിഫ്റ്റുകളെല്ലാം റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, കേക്കൊന്നുമില്ല, ഏതെങ്കിലുമൊക്കെ കേക്ക് സ്ലൈസ് മേടിക്കാന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് വെറുതെ അവൾ എണീറ്റ് വരുമ്പോൾ ഒക്കെ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഒക്കെ ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ, കുഞ്ഞു സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വന്നിട്ട് കാണിച്ചു കൊടുക്കണം. അല്ല, അവൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. എപ്പോഴും ചെറിയ ചെറിയ സാധനങ്ങളാണ് ഭയങ്കര ഇഷ്ടം. അപ്പൊ നമുക്ക് അവളെ എണീറ്റിട്ട് കാണിക്കാം. അതെ, നമ്മൾ നമുക്ക് അല്ലാതെ ഭയങ്കര ഗ്രാൻഡ് ബർത്ത്ഡേ പരിപാടിയൊന്നുമില്ല. വേറെ ആരെയും വിളിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ തന്നെ ജസ്റ്റ് ആമി റൂമി ഉണ്ടല്ലോ, പിന്നെ അത് തന്നെ ആൾക്കാരുള്ള മാതിരി. ഓക്കെ, അപ്പം നമുക്ക് എണീറ്റിട്ട് ഓക്കെ അപ്പം കാണിക്കാം. അവൾ എണീറ്റിട്ട് നമുക്ക് കാണിക്കാം. ഓക്കെ, എന്താ ഇതെന്താ? ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ല, ഇതല്ലായിരുന്നു ഞാൻ അലമാരയിൽ കണ്ടത്. ഇതല്ലല്ലോ കണ്ടേ, ഇതാണ് ഞാൻ കണ്ടത്. അത് വേറെ എന്തൊക്കെയോ സാധനം. ഇതാണ് ഞാൻ കണ്ടത്. ഹേയ്, എന്താണ്? എന്നിട്ട് നീ പോലെ ഇതിന്റെ റാപ്പല്ലേ കണ്ടേ? എന്താണ്? സന്തോഷായോ? നോക്കട്ടെ. ഞാൻ വരച്ചില്ലേട്ടോ. നീ വരച്ചത് ഞാൻ എടുത്തു വെച്ചായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ബർത്ത്ഡേ കുട്ടീനൊന്ന് കണ്ടേ? ഓക്കെ, ഞാൻ പല ചെല്ല നിങ്ങള് കൂടുതൽ എന്നെ നോക്കരുത്. ഇതൊക്കെ അതൊക്കെ വാങ്ങിച്ച സ്കൂളിലോട്ടുള്ള സാധനങ്ങള്. ഇതെന്താ പേന? അത് മിസ്സിനുള്ളത്. ഓ, ഇങ്ങനത്തെ പേനയോ? അൺബോക്സ് ചെയ്യുന്നു. അബ്ബ വന്നിട്ട് അൺബോക്സ് ചെയ്യാം. അബ്ബ പുറത്തു പോയതാ. അപ്പൊ നിങ്ങൾ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് എന്താ ഈ കണ്ടപ്പോ ഒരു ഗിഫ്റ്റും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് കണ്ടപ്പോ എന്താ തോന്നി? അല്ല, എനിക്കറിയുന്ന ഗിഫ്റ്റ് ഉണ്ടാവുന്നു. പിന്നെ ഇത് കൊറേ ഇങ്ങനെ ആയിട്ടും അബ്ബ പറഞ്ഞില്ല എന്തിനാ വെറുതെ നോക്കിയെന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇതുണ്ടാവും. അപ്പൊ ഞാൻ പിന്നെ വലിയ സംഭവമാക്കില്ല. നല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന വിചാരിച്ചു അല്ലേ? തുറക്കണ്ട, ഓപ്പൺ ചെയ്യണ്ട. അത് ഗിഫ്റ്റ് എങ്ങനെയാ കാണിച്ചത്? പിന്നെ എന്തിനാ റാപ്പ് ചെയ്ത് വെച്ചേ? അബ്ബ രാവിലെ എഴുന്നേറ്റിട്ട് ചെയ്ത് വെച്ച്. അപ്പൊ അബ്ബ ഇപ്പൊ വരും പുറത്ത്. എന്താണേലും നോക്കാല്ലോ, ഇപ്പൊ വേണ്ട. നീ അറിയില്ല, എനിക്കറിയില്ല എന്താണ് എല്ലാം. ഡയറി മിൽക്ക് ഒന്നുമില്ല. പേര് പറയണ്ട. അപ്പൊ ഇവിടെ ഒരാൾക്ക് പൊട്ടിക്കേണ്ടി വരും കേട്ടോ ഇപ്പൊ തന്നെ. അയാൾ ഉറങ്ങി എണീറ്റ് അവിടെ വെയിറ്റ്. ഞാൻ കുറച്ച് നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. നീ ഇപ്പം വരും, ഡോർ ഓപ്പൺ ചെയ്യും. ഞാൻ വന്ന് നോക്കുമ്പോൾ നീ വരണേ ഇല്ല. ഡെക്കറേറ്റ് ഒന്നും ചെയ്തില്ല. പിന്നെ നമ്മള് വിചാരിച്ചു ഇങ്ങനെ മതി, സിമ്പിൾ. ഇല്ലല്ലോ, വിഷമിച്ച്. ഇന്നലെ നീ പുറത്തു പോയപ്പോ വിചാരിച്ചില്ലേ ഒന്നുമില്ല.
പുറത്ത് പോയപ്പോ എനിക്ക് ഒന്നും തോന്നിയില്ല. ആ ഉണ്ടാവത് കാരണം അത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു സാധനം. ഓ നിന്നെ ഇത് ഒളിച്ചു വെക്കാൻ കഴിയില്ല ഒരു സാധനം. ഞാൻ അലമാരയിൽ വരെ കണ്ടിട്ടുണ്ട് ഇവരെ ഒളിപ്പിച്ച് വെച്ചെന്ന്. എന്നിട്ട് ഉമ്മച്ചി അത് മകളിൽ അവിടെ കൊണ്ടുവച്ചിട്ട് നീ വന്ന് നോക്കി നോക്ക് അവിടെ ഉണ്ടാവോ ഇല്ലെന്ന് എന്നോടാണ് കളി. ഇവിടെ ഒളിച്ചു വെക്കാൻ പറ്റില്ല അല്ലേ? യെസ്. അപ്പൊ ഇനി എനിക്ക് 9 ഓൾഡായി. 9 years old ബേബി ആയി. അപ്പൊ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റൂമിനെ കാണിക്കാൻ പറ്റാത്ത ക്വാളിറ്റി. റൂമിൽ എഡിറ്റ് വന്നത് എല്ലാവരും കാണും സ്നേഹിയൊക്കെ ഇട്ടിട്ട്. പിന്നെ നീ അവളെ കൂടെയാണ് വരാമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ എന്ത് ചെയ്ത് വീഡിയോ എടുത്തത്. അപ്പം ഇനി നമുക്ക് നീയൊക്കെ ഫ്രഷായി ഫുഡ് കഴിച്ചിട്ടൊക്കെ കാണാം. സന്തോഷമായോ? ഭയങ്കര വലിയ ഗിഫ്റ്റൊന്നും അല്ല കേട്ടോ, കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റാണ്. അല്ല നീ വിചാരിക്കരുത്. അതൊക്കെ എന്താണേലും നോക്കാം. അപ്പം നമുക്ക് നോക്കിയിട്ട് കാണാം. കുറേ സാധനങ്ങൾ ഇതിനുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇതാ ഓക്കെ. അപ്പം നമുക്ക് ഫുഡ് കഴിച്ച് കുളിച്ച് എല്ലാം കഴിഞ്ഞിട്ട് കാണാം. 12 ഗിഫ്റ്റ് 13 എങ്ങനെ ഇതൊക്കെ അല്ലേ? ഞാനൊരു 4 ഗിഫ്റ്റ് പറഞ്ഞപ്പം നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ 13 ഗിഫ്റ്റ്. ഇതിന് കുറച്ച് വെയിറ്റ് ഉണ്ട്. എല്ലാം നോക്കണം സ്റ്റിക്കർ. ഞാൻ എൻ്റെ രീതിയിൽ പറഞ്ഞു ഒന്നുമല്ല. എന്താന്ന് നിനക്ക് അറിയില്ലല്ലോ. അറിയില്ല. ഇത് ബാർബിയാണ് ഗൈസ്. ഇത് എനിക്ക് നന്നായി. അത് ബാർബി ഒന്നല്ല. ബാർബി നിനക്ക് കുറേ ഉണ്ടല്ലോ. ഇല്ലല്ലോ എനിക്ക് ബാർബി ഇല്ല. ഞാൻ വിഷമം. ഇതൊക്കെ എടുത്ത് ചെയ്താണ്. ഇത് എനിക്കിപ്പോ കൊതിയാണിത്. തൊട്ട് നോക്കി അറിയണ്ടേ എന്താണെന്ന് അല്ലേ? ഒരാള് ഓരോന്ന് എടുക്കാൻ നോക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് കൊണ്ടുവെക്കുന്നത്. നമുക്ക് ഫുഡ് കഴിച്ചിരിക്കുന്നു. ബർത്ത്ഡേൻ്റെ സ്പെഷ്യലായിട്ട് ഉമ്മച്ചി അവിടെ ബിരിയാണി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാപ്പോടെ ബിരിയാണി പ്രിപ്പയർ ചെയ്ത സമയത്ത് ഞങ്ങൾ പുറത്ത് വന്നിട്ട് താറിൻ്റെ മുകളിൽ കയറി നിന്ന് കളിക്കുക. ഞാൻ താറിൻ്റെ ബാക്കിൽ ഡിക്കിയിൽ അവള് സീറ്റിൽ കേട്ടോ. അവളെ ഇവിടെ ഇരിക്കുന്നു. അവൾക്ക് അങ്ങോട്ട് പോകുന്നു പറഞ്ഞിട്ട് അങ്ങോട്ട് ഇരിക്കുക. എനിക്കിവിടെ സുഖമായിട്ടിരിക്കും. പിന്നെ കുറച്ചായിട്ട് കഴിഞ്ഞു. ഇത് ഞങ്ങളുടെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റാണ്. എൻ്റെ ഇങ്ങനത്തെ ഒരു പിങ്ക് കളർ ഗിഫ്റ്റൊക്കെ ഉള്ള റൂമൊക്കെ ഞങ്ങൾ വാങ്ങിച്ച് കാണിച്ച് റെയിൻബോ കളർ കറങ്ങി. അപ്പം ഇനി നമ്മൾ അബ്ബുമ്മച്ചൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ കേക്ക് മുറിക്കും. പിന്നെന്താ നമ്മൾ ഈ ഗിഫ്റ്റുകളൊക്കെ അൺബോക്സ് ചെയ്യും. അതൊക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കും അല്ലേ ബാബു? യെസ്. ഞങ്ങൾ രണ്ടുപേരും സെറ്റായിരിക്കും. യോ Happy birthday to you. Happy birthday to you. Happy birthday dear Ami. Happy birthday to you. Yay. ഡ്രസ് വെച്ചല്ലേ കേക്ക്? ഇഷ്ടമില്ലാത്ത കേക്കാ? അങ്ങനെ പറ്റിച്ചു അപ്പ അല്ലേ? അപ്പൊ കൊടുത്തു. ഹാപ്പി ബർത്ത്ഡേ. കട്ട് ചെയ്യും. അപ്പൊ ഗൈസ് നമ്മളുടെ ഓരോ ഗിഫ്റ്റുകൾ അൺബോക്സ് ചെയ്യാണ്. ഇതിന്റെ മുന്നേ അപ്പൊ പറഞ്ഞത് എനിക്ക് ഗിഫ്റ്റ് ഒന്നും ഇല്ല എന്നാണ്. പിന്നെ ആണ് എനിക്ക് കിട്ടിയത് കേട്ടോ. അപ്പം നമുക്കിത് അൺബോക്സ് ചെയ്യാം.
ഞാൻ ഫസ്റ്റ് ചെറുതെന്ന് വരുന്നുണ്ടോ? ആ നേരത്തെ വിളിച്ചപ്പോ പെയിന്റ് പെയിന്റ് ഫാബ്രിക് പെയിന്റ്. യെസ്, കുഞ്ഞി ക്യൂട്ടായിട്ടുള്ള ഫാബ്രിക് പെയിന്റ് ആണ്. റെഡ്, ബ്ലാക്ക്, വൈറ്റ്, യെല്ലോ, ഗ്രീന്, ബ്ലൂ. ഒരു ക്യൂട്ടായിട്ടുള്ള ബ്ലൂ കളർ കേട്ടോ, നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഫസ്റ്റ് ഇവിടെ വെക്കാം. സെക്കൻഡ് ക്യൂട്ടായിട്ടുള്ളത് എന്നാണ് നോക്കാം. എന്താ വരുന്നുണ്ടോ? അവിടെ കയറ്റി വെക്കും. അപ്പോൾ അവിടെ കയറ്റി വെക്കാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്തതാണ്. പിന്നെ ഇതാ നമ്മൾ സ്ട്രോബെറീൻ്റെ പേരെന്താണ്? മോംസ് മാജിക്. മോംസ് മാജിക്. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂട്ടായിട്ടുള്ള ഇതിൻ്റെ പാക്കേജ് ഉണ്ടോ? കുഞ്ഞൊരു ക്യൂട്ടായിട്ട്. മതി മതി, നിന്നെ കളിപ്പിക്കാൻ വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിയതാ. പിന്നെ നമുക്ക് അതെന്തായിരിക്കും? അതെന്തായിരിക്കും? ഇത് ചോക്ലേറ്റ് ആണ്. ഏത് ചോക്ലേറ്റ് ആയിരിക്കും? എനിക്ക് തോന്നുന്നത് ഇത് ഒരു കുഞ്ഞു ഡയറി മിൽക്ക് ഉണ്ടാവില്ലേ, അതിന്റെ ഒരു വലിയ പീസാണ്. റൂമി അതെന്താണ്? ചോക്ലേറ്റാ? എന്നാ തുറക്ക്. ചോക്ലേറ്റ് അല്ല, പെയിന്റ് ആണ്. ഓ കണ്ടോ, ഓരോ ഇങ്ങനെ 2 പീസായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കപ്പായിട്ടുള്ള പെയിന്റ്. പിന്നെ വൈറ്റ്, ഗ്രീന്, പിങ്ക്, ഡാർക്ക് ഗ്രീൻ ഒക്കെ വരുന്നുണ്ട്. ഇതാ എന്താ വൈറ്റ്, ഗ്രീന്, റെഡ്, വയലറ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ കളേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ 2 പെയിൻ്റായി. നമുക്കിനി ഇത് നോക്കാം. ഓക്കെ, എന്തായിരിക്കും ഇത്? ഞാൻ പറയുന്നത് സ്കെയിലും പെൻസിലും എന്തെങ്കിലും ആയിട്ട്. ഓക്കെ, പപ്പു തുറക്ക്. ആയിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റിക്കേഴ്സ് ആണ്. ഇത് ബ്രഷാണ്. ഇത് ബ്രഷാണ്. ഞാൻ പറഞ്ഞില്ലേ ഇത് ബ്രഷാണ്. യെസ്, 4 എന്താണ് ഷേപ്പിൽ വരുന്ന ബ്രഷുകളാണ്. ബ്രഷുകൾ എനിക്കിഷ്ടമായി കേട്ടോ. എല്ലാം എനിക്കിഷ്ടമായി, നല്ല രസമുണ്ട്. നമുക്ക് ഇത് ഡയറി മിൽക്കാണ് ഗൈസ്. അല്ല, ഇത് പെൻസിൽസ് ആണ് ഗൈസ്. കുറെ കളേഴ്സ് ഒക്കെ ആയിട്ടുള്ള പെൻസിൽസ് ആണ്. തലകുത്തിന് വെക്കുക, എന്നാലേ മനസ്സിലാവുള്ളൂ. പെൻസിൽ കളറാണ്. പെൻസിൽസ് ആട്ടോ, നല്ല ഭംഗിയുണ്ട്, കളർഫുൾ ആയിട്ടുള്ള. അടുത്തത് തുറക്കാം. അതെന്താ റൂമി? എന്ത് ഗിഫ്റ്റാ? എന്റെ ഗിഫ്റ്റ് പറയും. സ്നിക്കേഴ്സ് ആണ് ഗൈസ്. സ്നിക്കേഴ്സ് പറയും. എന്താ പറഞ്ഞേ? സ്നിക്കേഴ്സ്. ഇതും അവിടെ വെക്കാം, അടിപൊളിയാണ്. നെക്സ്റ്റ് ഇത് തുറന്നു നോക്കാം അല്ലേ? ഇത് ഞാൻ പറയുന്നില്ല. ഓക്കെ, വേഫറാണ്. പകുതി കണ്ടിട്ട് ഞാൻ പറയാണ്. വേഫർ പറയും. വേഫർ തരും. പിടിച്ചോട്ടെ. ഓക്കെ, അടുത്തത് ഹലോ, ഞങ്ങൾ ഗിഫ്റ്റ് പൊളിക്കുകയാണ്. ഗമ്മിൻ്റെ ഒരു ക്യൂട്ട് പാക്ക്. ഇത് ഞാൻ ആദ്യമായിട്ടോ 2 കൂടെ കാണുന്നത്. പിന്നെ ഞാൻ ഇതിലോട്ട് പോവാം. അത് പൊട്ടിക്കണോ? ഞാൻ പറയുന്നില്ല. എന്താണ് പാപ്പു? കൊറേ മുടിയുണ്ട്. ക്യൂട്ട് ബാർബി ഗൈസ്.
റെഡ് കളർ ഡ്രസ്സ് കിട്ടിയിട്ടുള്ള ബ്ലാക്ക്. നീ അതിന് അൺബോക്സ് ചെയ്തോ? അതിന് അൺബോക്സിംഗ് ഇല്ല. അതിന് മാനിക്കാണ്. നമുക്ക് ഇതേ നേരത്തെ ഇതേപോലത്തെ ഒരു കാസ്റ്റ് പോലത്തെ ഒരു ഇതെന്താ ചോക്ലേറ്റ് ഇട്ട് അൺബോക്സ് ചെയ്തിട്ട് അപ്പം തന്നെ കഴിക്കണം. യെസ് അത് ഗാലക്സി, അത് റൂമിന് പൊളിക്കണ്ടോ? ഗാലക്സി ചോക്ലേറ്റ് കുറേ ഉണ്ട്. അന്നക്ക് ഇത് നിനക്ക് ഇഷ്ടപ്പെടുന്ന സാധനമാണോ? എനിക്കിത് അറിയില്ല. അറിയില്ല. എന്തത്? ഇത് എല്ലാ കളേഴ്സും ഉണ്ട്. കേക്ക് നീ ഓൺലൈനിൽ നോക്കിയിട്ടില്ല ഇതൊക്കെ? ഇറേസർ കളേഴ്സ് ഗിൽറ്റിൻ്റെ സ്കെച്ച് നമുക്ക് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. നമുക്ക് ലാസ്റ്റ് അൺബോക്സ് ചെയ്യാം. ലാസ്റ്റ് ഇത് ക്രയോൺസ്. ഞാൻ പറയുന്നു ഇത് ക്രയോൺസ്. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ക്രയോൺസ്. അതിന്റെ പുതിയത് തീർന്നുണ്ടല്ലോ, ആദ്യത്തെ തീർന്നുണ്ടായിരുന്നില്ലേ? തീർന്നിട്ടില്ല, അതുണ്ട്. എന്നാലും പുതിയത് കിട്ടി. അപ്പൊ ആദ്യത്തെ റൂമിക്ക് കൊടുത്തോട്ടോ. ഞാൻ ഒന്നും കൊടുക്കൂല, ഇത് എനിക്ക് ആവശ്യമാണ്. ഇതൊക്കെ എൻ്റെ ഗാലറിയിൽ ഉള്ളതാണ്. ഇതൊരു ക്രയോൺസ്. ഞാൻ കട്ട് ചെയ്ത് തരാം. ഞാൻ കട്ട് ചെയ്തു. നീ കട്ട് ചെയ്തോ? നീ അടുത്ത കഴിയാം. 30. അപ്പൊ ഇത്രയും ഗിഫ്റ്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. പിന്നെ സ്കൂളിൽ നമുക്ക് ചോക്ലേറ്റ് അലോഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ പെൻസിൽസ് ആണ് വാങ്ങിച്ചേക്കുന്നത്. വാവ്, 3 ഗ്രീൻ കളർ പെൻസിൽ. പിന്നെ ഇത് മിസ്സിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചൊരു പേനയാണ് കേട്ടോ, നല്ല പേന. ഓക്കെ, ഇനി നമുക്ക് അൺബോക്സ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു കളേഴ്സ് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ 3 ബ്രഷ് പെന്നാണ് കേട്ടോ. ക്യാമലിൻ്റെ റെഡ്, യെല്ലോ, ബ്ലൂ ആയിട്ടുള്ള ഒരു ബ്രഷ് പെന്നാണ് 3. യെസ്, ഇത് നമുക്ക് ഇതിലോട്ട് വെക്കാം. പിന്നെ ഇതെന്താ സാധനം? ഇത് മറ്റേ എൻ്റെ കയ്യിലുള്ള ഗിൽറ്റിൻ്റെ അതേപോലത്തെ ഒരു 3. ഇതിൻ്റെ ഗ്രീൻ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു ഗിൽറ്റ് പൊടി നമുക്കെന്തെങ്കിലും ക്രാഫ്റ്റിനൊക്കെ ചെയ്യാം. ഇത് നിന്റെ കയ്യിൽ ഇല്ലാത്ത സാധനമാണല്ലോ അല്ലേ? അത് പെൻസിൽ. പിന്നെ ഇത് പെൻസിൽ കളർ കഴിച്ച് എനിക്ക് ഇനി എല്ലാ കളേഴ്സും ഉള്ള പെൻസിൽ കളറ്. പിന്നെ എനിക്കൊരു പെൻസിൽ കിട്ടിയിട്ടുണ്ട്, ബ്ലൂ കളറിൻ്റെ, ബ്ലൂ റെഡ് കളറിൻ്റെ ഡാർക്ക് പെൻസിലാട്ടോ. ഒരു ഇറേസർ, പിന്നെ ഷാർപ്പ്നർ, നമ്മളുടെ 2 കേട്ടോ. ഇത് ഓയിൽ പേസ്റ്റ്. ഇത് തന്നെ എൻ്റെ കയ്യിലുണ്ട് ഗൈസ്. എൻ്റെ മൈ ഗോഡ്, എനിക്ക് ഇങ്ങനത്തെ ഒരു ഓയിൽ പേസ്റ്റ് ഉണ്ട്. പിന്നെ എനിക്ക് ബാർബി തരാം. സ്കെച്ച് കളർ യെല്ലോ ബ്ലൂ പറഞ്ഞിട്ടുള്ള സ്കെച്ച് അതല്ല തന്നെ. ഇതൊരു ഡ്രോയിങ് ബുക്ക്. അത് തീരെ പൊളിച്ചു വരും. ഡ്രോയിങ് ബുക്ക്. ഇത്രയും ഗിഫ്റ്റാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. ഞാൻ പൊടിച്ചുതരാം. ഇങ്ങനത്തെ ഒരു ബാർബിയാണ്. ഞാൻ ഫുള്ളായിട്ട് കട്ട് ചെയ്തില്ല, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ വെച്ചേക്കാണ്. നല്ല ഹെയർ ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഗൈസ്, നമ്മളെ ബർത്ത്ഡേ സ്പെഷ്യൽ നമ്മളെ കുഞ്ഞിക്കൂൾ ബിരിയാണിയാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. റൂമിന് കളിക്കാൻ പറ്റില്ല, അവൾ ഡ്രസ്സൊക്കെ മാറ്റി വേറെ രീതിയിലിട്ടാണ്.
കഴിച്ച് നോക്കാം. ബിരിയാണിനെ പിന്നെ അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാണ്. എൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കുറേ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. കോഴി, മുയൽ, ടെഡി ബെയർ, കുറച്ച് ബാർബികൾ, റൂമി, ഞാൻ, അബ്ബ, ഉമ്മ. എത്ര ആൾക്കാരെന്ന് എണ്ണാൻ പോലും പറ്റില്ല, അത്രയും. ബർത്ത്ഡേക്ക് പുറത്ത് പറഞ്ഞിട്ട് പോയ ആളാണ് കേട്ടോ. നല്ല ഉറക്കാണ്, അടിപൊളി ഉറക്കാണ്. നല്ല മഴ പെയ്യുന്നുണ്ട്. ഉറക്കമൊക്കെ കഴിഞ്ഞ് നീ ശബ്ദത്തിൽ പറയാന്നല്ല കേൾക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഇതിന്റെ പേരെന്താണ്? സാബ്തേന്റെ ഹോട്ടലിൽ ഒന്ന് ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നേക്കാണ്. ബർത്ത്ഡേ ആയതുകൊണ്ട് പുറത്തുനിന്ന് ഒരു ചായ ഒക്കെ കുടിക്കാറിച്ചു അല്ലേ. ഇവിടെ അടിപൊളി വ്യൂ ആണ് അല്ലേ, സൂപ്പറാണ് കാണാൻ, അടിപൊളി. ഭയങ്കര ഗ്രീനറി. കാല് വെള്ളത്തിലാക്കാൻ പറ്റുമോ? എവിടെ? പൂളിലോ? പൂളിലൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. അവിടെ അബ്ബയുണ്ട്, പാപ്പുണ്ട്. അതുകൊണ്ടല്ല. നിന്റെ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞില്ലേ? ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല ഉറങ്ങി. വീണ്ടും ഡ്രസ്സ് മാറി, അത് പറഞ്ഞോ. ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി കിടന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ ഉറങ്ങിപ്പോയി അല്ലേ. എന്നിട്ട് നമ്മൾ നല്ല മഴയായി. പിന്നെ ബത്തേരി എത്തിയപ്പോ അവിടെ പിന്നെ ഒരു വയലും ഒന്നുമില്ല. അപ്പൊ ഞാൻ പിന്നെ പെട്ടെന്ന് അങ്ങനെ മഴയായി. മഴയാണ്, അവിടെ നിന്ന് ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ ബർത്ത്ഡേ? നീ ദൂരോട്ട് പോകല്ലേ, ഇങ്ങോട്ടോ? അതാരോ പുറത്തു കൂടെ പറഞ്ഞിട്ട് പോയത്. അങ്ങനെ എന്നിട്ട് ഗിഫ്റ്റ് ഒക്കെ ഇഷ്ടായോ എന്നൊക്കെ പറഞ്ഞു. ഇഷ്ടായി. രണ്ടാളും നോക്കുന്നേ പൂൾ, അടിപൊളി പൂളല്ലേ. ഇത് കുട്ടികളുടെ പൂളാ തോന്നുന്നുണ്ട്. അതെ, സ്ഥാപതി ചെയ്തു. അടിപൊളിയല്ലേ, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മള് ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ടൈം ആയിട്ടില്ല, ഒരു 4 o'clock ആവും. എന്നാലും നമുക്ക് എന്നാ പോയി നോക്കാം. നല്ല മഴ വരുന്നുണ്ടല്ലേ. പറയല്ലേ മഴ വരരുത്. എന്താ പൂച്ചേനെ കാണിച്ചു തരാം പാപ്പുന്. അവിടെ പൂച്ചയുണ്ട്, പൂച്ച. നോക്കിയോ, ഇവിടെ കുഞ്ഞു പൂച്ചേനെ കണ്ട പാപ്പു. കണ്ടോ പൂച്ച? പൂച്ച 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 കണ്ടോ? പൂച്ചേനെ കണ്ടോ? പൂച്ചേനെ എടുക്കണോ? അയ്യോ, ഓക്കെ ഓക്കെ. കാണിച്ചു ഇതെല്ലാം ചായപ്പേരി. പഴയ ചായക്കടയില്ലേ ആമി, അതുപോലെ ഉണ്ട് കാണാൻ. ഇവിടെയാണ് വരാ. പക്ഷെ നല്ല രസമുണ്ട്, പഴയ പോസ്റ്ററും. വരും ഇവിടെ വരും. മഴയൊക്കെ ആവുമ്പോ നല്ല രസമല്ലേ ഇരുന്ന് ചായ കുടിക്കാനും. അതെ അതെ അതെ. ചേച്ചിന്റെ പേരെന്താ? പൊന്നി. ഞങ്ങൾ ഇവിടെ തന്നെയാണ്, ബത്തേരി അല്ല, മുട്ടിൽ. പോവും.
ഇല്ലില്ല, നമ്മൾ ജസ്റ്റ് അവരെ പരിചയമുള്ളവർ മാത്രം. മീറ്റിംഗ് വേറെ ആൾക്കാർ. ആ, ഞങ്ങൾ അവരെ അറിയും അത്രേ ഉള്ളൂ. ഓ ഇഷ്ടം. അല്ല വന്നിട്ടുണ്ട്, പക്ഷെ സ്റ്റേ ചെയ്തിട്ടില്ല. ആ ഇടയ്ക്ക് ഇതിൽ വന്ന് ചായയൊക്കെ കുടിച്ച് അങ്ങനെ പോകും. ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അടിപൊളി സ്ഥലം. ഇൻഡോർ ഗെയിംസ് ഉണ്ട് ഗൈസ്. നാം തകർക്കും. അത് നമുക്ക് കളിക്കാൻ പറ്റുമോ? എങ്ങനെ? ഇൻഡോർ ഗെയിംസ് ഉണ്ട്. പാപ്പു എന്താ ചെയ്യുന്നത്? അപ്പം എന്താ ചെയ്യണത് നോക്കാം. I want to play chess. നീ എന്താ കളിക്കുന്നത്? അവിടെ ഉണ്ടല്ലോ വേറൊരു സംഭവം. ഇത് മറ്റേ അണ്ടർ മെയിൻ, അത് പണിയാണ്. ഇത് ക്യാരംസ് ആണ്, ചെസ് അല്ലടോ. ഇത് മറ്റേ എന്താ, ഇവിടെ നിന്നൊക്കെ എന്ത് ഭംഗിയല്ലേ ഇവിടെ കാണാൻ. ഭയങ്കര അടിപൊളി, ഭയങ്കര രസമുള്ള പ്ലേസാണ്. ഓക്കെ, താഴെ അടിപൊളിയായിട്ട്. ആ അങ്ങനെ ഇട്ടിട്ടാ. ഇതെന്താ അറിയോ? അമ്മയ്ക്ക് അറിയില്ലല്ലോ. ഓക്കെ, അവിടെ ഗോൾ ഇടുന്നുണ്ട്. അയ്യോ അയ്യോ, ക്യാരംസ് കളിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഉടുപ്പൊക്കെ ശരിയാക്കും, ഉടുപ്പ് ശരിയാക്കും. ഓക്കെ, പിങ്ക് ഗ്രീന് അടിപൊളി. കളിച്ചോ? സൂപ്പർ. നെക്സ്റ്റ്, ഇതേതാ കളറ് പാപ്പു? പിങ്ക്. ഓക്കെ, എന്നാ ഫുട്ബോൾ എടുത്തോ, ബോൾ എടുത്തോ. ബോള് ഓക്കെ, അടിപൊളി. നീ കളിക്കിട്ടാ, ഞാനിനി അബ്ബൻ ദീദിയും കളിക്കുന്നു നോക്കട്ടെ. ആ ഇല്ല പാപ്പു കളിച്ചു. ഓക്കെ, ജോണി പാടിയേ. അതെ സത്യം, നമ്മളറിയില്ലല്ലോ. ഞാൻ അപ്പിട്ട ആ ഡ്രസ്സിൽ അങ്ങനെ വന്ന ആമി മറ്റേ ബർത്ത്ഡേന്റെ ഡ്രസ്സൊക്കെ മാറ്റി. ഗെയിം ഫൗൾ കളിയാണല്ലേ. നിങ്ങൾ കളിക്കട്ടോ, ഞങ്ങൾ ചായ കുടിക്കട്ടെ. അപ്പം ഗൈസ് നമ്മൾ ചായയൊക്കെ കുടിച്ച് ഇവിടുന്ന് ഗെയിമൊക്കെ കളിച്ചു. പിന്നത്തെ ഒരു എൻ്റെ ബർത്ത്ഡേ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. പിന്നെ അത് മാത്രമല്ല, നാളെ തൊട്ട് പിന്നെ നമ്മൾ ക്ലാസ് തുടങ്ങാൻ പോവാണ്. നല്ല കാറ്റാണ്, അടിപൊളി കാറ്റാണ്. നല്ല അടിപൊളി പ്രോപ്പർട്ടി ആണല്ലേ ഇത്, സൂപ്പറാണ്. അപ്പോൾ നമുക്ക് പോവാം. 4 o'clock ആയല്ലോ, അപ്പോൾ നമ്മൾ പിന്നെ വിചാരിച്ചു നേരത്തെ പോവാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ ദ വാച്ചിങ്. ബൈ.